പുകയുന്ന തോക്കിൻ കുഴൽ പോലെ വട്ടച്ച മിഴിയുമായി ഇരവിൻ്റെ വേട്ടനായ്ക്കൾ വനമാകെ ഏതോ വിയർപ്പിൻ മണം പിടിച്ചലയാൻ തുടങ്ങുകയായിരുന്നു. വഴികൾ വെറുങ്ങലിച്ചേതോ വിശപ്പിൻ്റെ നിഴലുപോൽ വികലമായി തീർന്നിരുന്നു. അകലത്തൊരോർമ്മ പിശകുപോൽ കരിമുകിൽ തുകിലൊന്നുടക്കിക്കിടന്നിരുന്നു. വിറയാർന്ന പേടിക്കിനാവുകൾ അന്ധരായി ചിറകുമൊതുക്കിയിരുന്നിടുമ്പോൾ ഒരു പാതിരാവിൽ തനിച്ചിറങ്ങിപ്പോയ തനയൻ്റെ കാൽപ്പെരുമാറ്റമോർത്ത് ഇവ പൂട്ടിടാതെ വിളക്ക് വയ്ക്കാൻ മറന്നൊരു മുറിപ്പാടിൻ്റെ വേദനയിൽ സ്വയമലിഞ്ഞപ്പോഴും ചരലാർന്ന് നീളുന്ന വഴിയിൽ നോക്കിയിട്ടമ്മ കാത്തിരുന്നു. 1970കളിൽ പോൾ മാസ്റ്റർ എഴുതിയ ഒരു കവിതയാണിത്. വർഗീസാവാം, രാജനാവാം, പടിയിറങ്ങിപ്പോയ മകനെ കാത്തിരിക്കുന്ന ഏതൊരമ്മയുമാവാം. അന്നത്തെ അധികാര ഗർവിൻ്റെ നിഷ്ഠൂരത തടവറയിലോ കാടകത്തോ വെച്ച് വെടിവെച്ചു കൊന്ന നീതിബോധമുള്ള ചെറുപ്പക്കാരെക്കുറിച്ചാണ് പോൾ മാസ്റ്റർ എന്ന കവിത എഴുതിയത്. തീർച്ചയായിട്ടും ആ ചരിത്രപരമായ സന്ദർഭം ഇതെഴുതുമ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും കേരള ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക സ്വാധീനമുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ രാജൻ്റെയൊക്കെ തിരോധാനവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും. അപ്പോൾ അത് തീർച്ചയായിട്ടും അതുതന്നെയാണ് അതിൻ്റെ ഒരു വളരെ സങ്കടകരമായ അല്ലെങ്കിൽ ഭീഷണമായ ഒരു അന്തരീക്ഷം തന്നെയാണ് അത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അന്ന് KGSഉം സച്ചിദാനന്ദനും ബാലേന്ദ്രനും ഒക്കെ വളരെ പ്രകടമായ രീതിയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ഉന്നയിക്കുമ്പോൾ മാസ്റ്ററുടെ രീതി വ്യത്യസ്തമായിരുന്നു. പ്രത്യക്ഷമായിട്ട് രാഷ്ട്രീയം പറയാത്ത ഒരു രീതിയായിരുന്നു എന്നതിനേക്കാൾ ആധുനികതയുടെ കാലത്തെ അന്നത്തെ കാമുവിൻ്റെയും സാർത്തറിൻ്റെയും ഒക്കെ ചിന്താ സ്വാധീനം കൊണ്ടോ എന്തോ ഒരു അസ്തിത്വവാദപരമായിട്ടുള്ള ഒരു ദർശനം മാഷയുടെ കവിതകളിൽ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം. ഞാനത് തള്ളിക്കളയുന്നില്ല. അത് ഒരു ശരിയായ നിരീക്ഷണം തന്നെയാണ്. ഈ കാഫ്ക, കാമു, സാർത്ര എന്നൊക്കെ പറയുന്ന എക്സിസ്റ്റൻഷ്യലിസം എന്നൊക്കെ പറയുന്നത് ആ വിധം നമ്മളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു തീഷ്ണ യൗവനത്തിൻ്റെ കാലമാണത്. അപ്പോൾ എവിടെ നമ്മൾ എന്ത് വായിക്കുമ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ഒരു ചലനമായി ആധുനികതയും അതിൽ അസ്തിത്വവാദപരമായ ചിന്താധാരയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. അത് തീർച്ചയായിട്ടും എൻ്റെയും ഒരു എന്താ പറയുക അവബോധത്തിൻ്റെ അല്ലെങ്കിൽ നിരീക്ഷണ മാർഗത്തിൻ്റെ ഒരു സ്വാധീനമായി വർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അന്നത്തെ മാഷയുടെ കവിതയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. നമുക്ക് നേരിട്ട് കവിതയിലേക്ക് വരാം. കവിതയെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. കവിത ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന വികാരമാണ് എന്ന് വേർഡ്സ്വർത്ത് പറയുന്നു. ഞാൻ ദുഃഖിതനായതുകൊണ്ട് എഴുതുന്നു, ദുഃഖത്തിനെതിരെ പൊരുതാനുള്ള വഴിയാണ് എനിക്ക് കവിത എന്ന് മറ്റൊരു കവി പറയുന്നുണ്ട്. മാഷെ സംബന്ധിച്ച് എന്താണ് കവിത? എങ്ങനെയാണ് കവിതയിലേക്ക് എത്തിപ്പെട്ടത്? കവിത ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കവിത ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കവിത എഴുതി, കവിതയിലേക്ക് കടന്നു. കവിത അവിടെ ഉണ്ട്, ലോകത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, ഭാഷയിലുണ്ട്. അത് നമ്മുടെ കക്കാട് മാഷയുടെ ആരോട് ചോദിച്ചു. കക്കാട് മാഷ എന്തിനാണ് കവിത എഴുതുന്നത് ചോദിച്ചപ്പോൾ നായ്ക്കുരണൊക്കെ എന്തിനാണ് ചൊറിച്ചിലുണ്ടാകുന്നത് എന്നാണ് മാഷ് മറുപടി പറഞ്ഞത്. അതുപോലെ മനുഷ്യപ്രകൃതത്തിൻ്റെ ഒരു സഹജ സ്വഭാവമാണോ കവിത? കവിത എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിലനിൽക്കുന്ന ഒരു ജീവിതത്തിൻ്റെയും ലോകത്തിൻ്റെയും അവിഭാജ്യമായ ഒരു സാംസ്കാരിക ചിഹ്നമായതുകൊണ്ട് അല്ലെങ്കിൽ വ്യവഹാരമായതുകൊണ്ട്
അതവിടെ ഉണ്ട്. അതുണ്ടെങ്കിൽ അത് ഏതോ തരത്തിൽ എന്നെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ എന്നെ ആകർഷിച്ചു. ആ ആകർഷണം എനിക്ക് സാധ്യമാണ് ഈ മാധ്യമം എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ടാവാം. മാഷുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ ആമുഖത്തിൽ മാഷ് സൂചിപ്പിക്കുന്നുണ്ട്, വന്യത ചൂഴുന്ന കുടിയേറ്റ ബാല്യത്തിൻ്റെ ഇരുട്ടും നോവും നൊമ്പരങ്ങളും എന്നെ കവിതയിലേക്ക് അടുപ്പിച്ചു എന്നൊരു വരിയുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ കവിതയിലേക്ക് ആദ്യകാലത്ത് വന്നത്? അതെ, എൻ്റെ ഞാൻ ജീവിച്ച ഒരു ലോകം, ഒരു ജീവിത സന്ദർഭം വളരെ വ്യത്യസ്തവും വൈജാത്യമുള്ളതുമായ ഒരു ലോകമാണ് ഈ കുടിയേറ്റ ബാല്യം. അപ്പോൾ കുടിയേറ്റത്തിനെ കുറിച്ചുള്ള ഒരു അറിവും അവബോധവും എനിക്കില്ലെങ്കിലും പറിച്ചു നടപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റേതും. ഞാൻ ബാല്യത്തിലെ വന്നു. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പിന്നാമ്പുറങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷേ എത്തിപ്പെട്ട ലോകം നിറയെ എന്താ പറയുക, മലകൾ, പുഴകൾ, മലയൻ്റെ പാട്ട് പോലൊഴുകുന്ന പുഴ, പഴഞ്ചൊല്ല് പോൽ കടവിൻ, അങ്ങനെയുള്ള വരികളൊക്കെ വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ജി എം പിള്ള നിരീക്ഷിക്കുന്നുണ്ട്, മാഷ് വളരെ സാധാരണമായ ഒരു നാട്ടുഭാഷയിൽ നിന്ന് ഒരു കാവ്യഭാഷ സൃഷ്ടിച്ചെടുത്തു എന്ന്, പ്രത്യേകിച്ച് പോത്തിൻ്റെ പുറത്ത് എന്നുള്ള കവിതൻ്റെ ഭാഷ. അതെ അതെ, ഇന്നത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അക്കാലത്ത് വൈറലായ ഒരു കവിതയാണ്. അതെ, വയറ്റാട്ടിയെ തിരഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും വയറ്റാട്ടിയുടെ വീടന്വേഷിച്ച് ചെല്ലുകയും അങ്ങനെ പോത്തിൻ്റെ പുറത്ത് കയറി അതായത് തിരിച്ചെത്തുമ്പോൾ അവനവൻ്റെ ചെറ്റക്കുടലിന് മുന്നിൽ വന്ന് നിൽക്കുന്ന പൊട്ടൻ. അതെ, ഒരു ജന്മത്തിൻ്റെ ജനന പ്രക്രിയയുടെ സഹായി അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. എന്നിട്ട് സ്വയം മരണമായി കാലനായി ഒരു പോത്തിൻ്റെ പുറത്ത് തിരിച്ചെത്തി തൻ്റെ തന്നെ വീട്ടിൽ ചെറ്റവാതിലിന് മുന്നിൽ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വളരെ ദാർശനികമായ തലങ്ങളോടുകൂടി ജി എൻ പിള്ള അങ്ങനെയുള്ള ആളുകൾ ആ കവിതയെ അങ്ങനെ വളരെ കൃത്യമായി സന്തോഷപൂർവ്വം പ്രശംസിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുടിയേറ്റത്തിൽ നിന്ന് കോഴിക്കോട് പോലുള്ള ഒരു പട്ടണത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്തായിരുന്നു? പറയാം. ഇപ്പോൾ ഈ കുടിയേറ്റത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, അവിടുത്തെ ജീവിതത്തിന് തന്നെ ആകപ്പാടെ തന്നെ അതിലെ ഓരോ സൂക്ഷ്മതലത്തിലും വളരെ വ്യത്യസ്തമായ വ്യതിരിക്തമായ ഒരുതരം വ്യാകരണ വ്യവസ്ഥയുണ്ട്, വ്യവഹാര വ്യവസ്ഥയുണ്ട്. അത് വേറെ എവിടെയും കാണാത്തതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ബാല്യത്തിൽ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഈ മീൻ പിടിക്കാൻ പോകുമ്പോൾ, പുഴയിൽ പോകുമ്പോൾ ഈ പുഴ ഒഴുകുന്നു. പുഴയിൽ ഒരിക്കൽ കുളിക്കാൻ ചെല്ലുമ്പോൾ പുഴയുടെ പ്രതലത്തിൽ മുഴുവൻ, ഉപരിതലത്തിൽ മുഴുവൻ മീനുകൾ ചത്തുപൊന്തി കിടക്കുന്നു. അപ്പം ഞാൻ അമ്പരക്കുന്നു, എൻ്റെ ബാല്യം അമ്പരക്കുന്നു. അപ്പോൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അറിയുന്നവർ പറയുന്നു, പുഴയിൽ ഇന്ന് നഞ്ചിട്ടിട്ടുണ്ട്, നഞ്ച് കലക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഇന്നത്തെ പോലെ ഒരു പരിസ്ഥിതി ബോധവും ഉണ്ടായിട്ടല്ല. പക്ഷേ ഇത് അതിക്രൂരമായ ഒരു കാര്യമാണല്ലോ. മത്സ്യം കഴിക്കുന്നുണ്ട്, ശരിയാണ്, മത്സ്യം ഇഷ്ടമാണ്, ശരിയാണ്. പക്ഷേ ഇതെത്ര ക്രൂരമാണ്. ഈ ഒഴുകി നടക്കുന്ന, ഈ ശുദ്ധജലത്തിൽ ഒഴുകി നടക്കുന്ന ഈ മത്സ്യത്തെ വിഷം കൊടുത്ത് കൊന്നിട്ട് അത് മുഴുവൻ ഇങ്ങനെ ചത്തു പൊങ്ങിയിട്ട് ഒരു പുഴയുടെ ഉപരിതലത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച വളരെ സങ്കടകരമായി തോന്നും. ഇതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുണ്ട്. ആ സമയത്തൊക്കെ നമ്മളെ മുതിർന്ന ആളുകൾ, മുതിർന്ന തലമുറയിൽപ്പെട്ട ചേട്ടന്മാർ, അവർ മത്സ്യം പിടിക്കുന്നതിൽ മാത്രമല്ല, അവർ മൃഗങ്ങളെ പിടിക്കുന്നു. അവിടെയൊക്കെ കാട്ടുമൃഗങ്ങളുണ്ട് ഇഷ്ടം പോലെ. വേട്ട സാധാരണമായൊരു കാര്യമാണ്. അതിനെ പിടിക്കാനുള്ള വഴികളുണ്ട്. ആ വഴികളിൽ തന്നെ ആ മാർഗങ്ങളിൽ തന്നെ വളരെ വളരെ വയലൻ്റായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള എന്ന് തോന്നുന്ന രീതികളുണ്ട്. അതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഉള്ളൊരു പകപ്പും അങ്കലാപ്പും പേടിയും
പിന്നെ സങ്കടവും ചേർന്നൊരവസ്ഥയുണ്ട്. ഇതൊക്കെ നമ്മുടെ ബാല്യത്തിനെ വല്ലാതെ ബാല്യ മനസ്സിനെ വിഹ്വലമാക്കിയിട്ടുണ്ട്. അതാണ് സത്യം. ഒരുപക്ഷെ ഈ മലയാള കവിതയിൽ കുടിയേറ്റത്തിൻ്റെ അനുഭവങ്ങളെ ആദ്യമായിട്ടും ഒരുപക്ഷെ ഇന്ന് വരെയും കവിതയിൽ മറ്റാരും ഈ രീതിയിൽ ആവിഷ്കരിച്ചിട്ടില്ല. എസ് കെ പൊറ്റക്കാട് വിഷകന്യകയിൽ നോവലിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ പൊറ്റക്കാട് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഒരു സാക്ഷിയായി നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിന്റെ ഭാഗമല്ല. പക്ഷെ മാഷ സംബന്ധിച്ചത് ജീവിതാനുഭവത്തിന്റെ ഭാഗമായി. എന്നെ സംബന്ധിച്ചത് അനുഭവങ്ങളിലൂടെ തന്നെ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. കേട്ടറിഞ്ഞതല്ല, വായിച്ചറിഞ്ഞതല്ല, അനുഭവം തന്നെയായിരുന്നു. ഇത് അന്ന് കല്ലാനോട്ട് വെച്ചിട്ടല്ല എഴുതുന്നത്, നഗരജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗൃഹാതുരമായ ചിന്തയുടെ ഭാഗമായിട്ട് പിന്നെ എഴുതുന്നതാണ്. അതെ, പലപ്പോഴും പലതും. പക്ഷെ അന്നും എഴുതിയിട്ടുണ്ട്. അന്ന് എഴുതുമ്പോൾ ഒരുപക്ഷെ ആ പ്രകൃതി, ഞാൻ ഈ പറഞ്ഞ പ്രകൃതി, വന്യമായ ഒരു തരം ഭംഗിയുള്ള പ്രകൃതി, ആ പ്രകൃതിയുടെ വന്യത മുഴുവൻ അറിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു അലങ്കാരപരമായ സൗന്ദര്യപരമായ ഒരു വർണ്ണനയിലേക്കൊക്കെ വഴുതിപ്പോയിട്ടുണ്ട് തുടക്കത്തിൽ. വിളഞ്ഞ നെൽപ്പാടത്തിൽ കാവൽമാടത്തിൽ അറ്റക്കിളികളെ ആട്ടുന്ന ഒരു ബാല്യം എന്നുള്ള പരാമർശമൊക്കെ ഉണ്ട്. ഒരു അതിജീവനത്തിൻ്റെ ഉണ്ട്. അവിടെ ഇപ്പോൾ ജീവിക്കാൻ ഭൂമിയില്ല, കൃഷി ചെയ്യാൻ ഭൂമിയില്ല, ദാരിദ്ര്യം വല്ലാതെ ഉണ്ട്, യുദ്ധത്തിൻ്റെയൊക്കെ വിഷമങ്ങൾ ജീവിതത്തെ ക്ലേശകരമാക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരുതരം ഐതിഹാസികം എന്ന് പറയാവുന്ന ഒരു ലോകമാണ് കുടിയേറ്റക്കാരൻ്റേത്. ആ കുടിയേറ്റക്കാരൻ്റെ ലോകം വാക്കുകളിലോ വരികളിലോ വർണ്ണങ്ങളിലോ ഒക്കെ കലാപരമായി ആവിഷ്കരിക്കുന്ന ഒരു പരിചയം ഉണ്ടാക്കാനുള്ള ഒരു സ്കോപ്പില്ല, ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. കവിതയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കവിതയിൽ കുറച്ച് കവിതകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഒരുപക്ഷെ എൻ്റേതുപോലെയുള്ള ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിൽ ഒക്കെ ഉള്ള ചില ആളുകൾ ഒക്കെ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട്. സിസ്റ്റർ മേരി ബെനീനെയൊക്കെ പോലെയുള്ള, അതൊക്കെ വളരെ തരളമായ അല്ലെങ്കിൽ വളരെ വിപ്ലവമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലോകമുണ്ട്, അതിൻ്റെ ഒരു ഭാഷ ആവശ്യമുണ്ട്. അത് ചിത്രീകരിക്കാൻ, അത് പുനരാവിഷ്കരിക്കാനുള്ള ഒരു പുതിയ ഭാഷ വേണം. അത് കവിതയിൽ കൊണ്ടുവരാനുള്ള ഒരു രീതിശാസ്ത്രം വേണം എന്നൊക്കെ തോന്നിയത് ആരും അങ്ങനെ ശ്രമകരമായി ചെയ്തതാണോ, അതോ ആഖ്യാനത്തിലേക്ക് കടന്നു വരുന്ന അബോധാംശങ്ങളുണ്ടല്ലോ? എന്നെ സംബന്ധിച്ച് ഒരുതരം അബോധ മനസ്സിൻ്റെ പ്രേരണ പോലും അവകാശപ്പെടാവുന്ന രീതിയിലാണ് അതൊക്കെ വന്നത്. എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ കവിതയുടെ സാഹിത്യത്തിൻ്റെ കലയുടെ ഒന്നും യാതൊരു പാരമ്പര്യവും ഇല്ല. ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അതാണ് ശരിയും. ഭാഷ എഴുതുന്നുണ്ട്. പക്ഷേ അമ്മേ എന്നുള്ളൊരു കവിതയിൽ, അമ്മേ നിന്റെ വേരുകൾ അനാഥിയാണ്, ശിഖരങ്ങൾ അനന്തവും, വേരിനും ശിഖരത്തിനുമിടയിൽ നീ തായ്തടി, കനിവിൻ്റെ കാതൽ, വ്യവലാദികളുടെ വേനലിച്ചകളിൽ നീ അന്തമറ്റ തളിർത്തണൻ, ആത്മകഥങ്ങളുടെ മർമ്മരമല്ലാതെ നീ ഉരിയാടുന്നതേയില്ല, വാത്സല്യ പൂപ്പുളകമല്ലാതെ നീ അനങ്ങുന്നതേയില്ല, തായ്വേരുകളുടെ താഴ്മയായി നീ എങ്ങോട്ട് പോകുന്നു, വിക്ഷുബ്ധമായ വിധിച്ചുഴലിയിൽ നീ വിശ്വാസസ്തംഭം, അലയിളക്കുന്ന അന്തക്ഷോഭത്തിൽ നീ അലിയാത്തുരുത്ത്, നിരക്ഷരതയുടെ വിറയ്ക്കുന്ന വിരലുകളാൽ നീ തടവുമ്പോൾ അച്ചടിച്ച അക്ഷരത്തിലും അനുഭവത്തിൻ്റെ തീ പടരുന്നു. തീർച്ചയായിട്ടും എഴുതിയ കവിതകളൊക്കെ അമ്മ വരുന്നുണ്ട്.
ഇപ്പോൾ ആദ്യം പറഞ്ഞ വരാനുള്ള മകനെ കാത്ത് എന്ന് പറയുന്ന കവിതയിലും ഇതിലും ഈ അമ്മ വരുന്നുണ്ട്. ഈ അമ്മയൊക്കെ തന്നെ, അമ്മ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ആകാശമാണ്. അത് ഭൂമിയുമാണ്, ആകാശവുമാണ്. അതിന് അതിരുകളില്ല എന്നൊരവസ്ഥയുണ്ട്. ആ അനുഭവങ്ങൾ എനിക്ക് പലപ്പോഴും സ്നേഹമസൃണമായ ഒരു പ്രചോദനമായി വർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ കല്ലാനോട്ടൊന്ന് കോഴിക്കോട്ടേക്കുള്ള വരവാണ് ചോദിക്കാൻ. അതെ. എങ്ങനെയാണ് കോഴിക്കോട് എത്തിപ്പെടുന്നത്? കോഴിക്കോട് എത്തിപ്പെടുമ്പോൾ, വിദ്യാഭ്യാസ ആവശ്യാർത്ഥം കോഴിക്കോട്ട് എത്തിപ്പെടുമ്പോൾ, കോഴിക്കോട് വളരെ 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 സമ്പന്നമായ സാംസ്കാരിക വ്യവഹാരങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കോഴിക്കോട്ട് എത്തുമ്പോൾ എത്രയോ മഹാനുഭാവന്മാരായ, വളരെ അപരിചിതമായി തോന്നിയിരുന്നു ആ പട്ടണം. ആയിരുന്നു. എനിക്കൊരു പരിചയവുമില്ല, പരിചയപ്പെടാൻ ആളുകളുമില്ല, പരിചയപ്പെടുത്താൻ ആളുകളുമില്ല. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെ വിശാലമായ മനസ്സുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അമ്മയുടെ മനസ്സെന്നൊക്കെ പറയുന്നത് പോലെ വളരെ തുറന്ന മനസ്സുള്ള, വളരെ വിശാലമായ മനസ്സുള്ള ഒരു പറ്റം ആളുകളാണ്. ലോകം വാഴ്ത്തുന്ന കോഴിക്കോട് ആണ് വിശേഷമായ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ഉള്ള സ്ഥലമായി. സഹൃദയത്വവും സംഗീതവും പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ KP കേശവമേനോൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, അന്നൊക്കെ ആലോചിക്കുമ്പോൾ അന്നത്തെ ഈ സാംസ്കാരിക പ്രവർത്തനത്തിലെ ഏറ്റവും ചെറിയ തലത്തിലാണ് MT വാസുദേവൻ നായർ ഉള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ തിക്കോടിയൻ, കൊടുങ്ങല്ലൂർ, അല്ലെങ്കിൽ കൃഷ്ണവാര്യർ, കക്കാട്, ഉറൂബ്, ഇങ്ങനെ ഒരു വലിയ ലോകമുണ്ട്, എഴുത്തുകാരുടെ ലോകം. ഇവരെ കാണുന്നു, അകലെ നിന്ന് കാണുന്നു, ആരാധിക്കുന്നു. വായന നമ്മളെ ഇവരുമായി ഒരു പരിചയത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരെ മൂർത്ത രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരായി കാണാനുള്ള അവസരമാണ് കോഴിക്കോട്ട് വന്നപ്പോൾ. രാധാ തിയേറ്ററിന് മുമ്പിൽ ക്യാമ്പുണ്ട്, കൊടുങ്ങല്ലൂര്, തിക്കോടിയൻ. അവരൊക്കെ അവിടെ ആര്യഭവൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക ലോകമുണ്ട്. ധാരാളം ആളുകൾ. ആ ആളുകൾ ആരും നിസ്സാരരായിരുന്നില്ല. നമുക്കറിയാം, പലരുടെയും കഥ നമുക്കറിയാം. ഇപ്പോൾ തിക്കോടിയൻ ആകാശവാണിയിൽ ഒരു ജോലിക്ക് ചേരാമോ എന്ന് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം ചെന്നിട്ട് അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടറോട് പറയുന്നത്, എനിക്ക് ഇത്ര രൂപ കിട്ടണം എന്നാണ്. ഒരു ജോലി കിട്ടുന്നു, ഒരു പദവി കിട്ടുന്നു, ആകാശവാണി പോലെയുള്ള സ്ഥാപനത്തിൽ അതിൻ്റെ അംഗീകാരം കിട്ടുന്നു എന്നതല്ല, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഡിമാൻഡ് വെക്കുകയാണ് അങ്ങോട്ട്. അതല്ലാത്തത്, അത് തരാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ പോരാണ്, ആ ജോലി വേണ്ടാന്ന് വെച്ച് വരികയാണ്. ആ സമയത്ത് കേളപ്പജി അവിടെ ഒരു പ്രോഗ്രാം എന്തോ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നടത്താൻ വേണ്ടിയിട്ട് കയറി ചെല്ലുകയും, നീ എന്താ അവിടെ എന്ന് ചോദിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നതാണ്, എന്നിട്ട് എന്താ തിരിച്ചു പോകുന്നത്? അല്ല, എനിക്കത് ശരിയാവില്ല. അപ്പോൾ തിക്കോടിയനോട് കേളപ്പജി പറയുകയാണ്, നീ നടക്ക്. എന്നിട്ട് സ്റ്റേഷൻ ഡയറക്ടർ അടുത്തേക്ക് പോയിട്ട് പറയുന്നു, ഇവനെന്താ ചെയ്യേണ്ടത്? അല്ല, ഈ ജോലിക്ക് ചേർന്നാൽ മതി. അതിനെന്താ ഇപ്പോൾ ചെയ്യേണ്ടത്? ഇവിടെ വന്നില്ലേ, എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു ഒപ്പിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അന്നത്തെ മനുഷ്യരുടെ ഒരു ഇടപെടലും പെരുമാറ്റവും. അപ്പോൾ തിക്കോടിയൻ ഒരു ഒപ്പിട്ടതോട് കൂടിയിട്ട് ജോലിക്ക് അപേക്ഷിക്കുകയും ജോലി ലഭിക്കുകയും ചെയ്യുന്ന വളരെ സുതാര്യമായ ഒരു അന്തരീക്ഷമാണ്. ആരുടെയും വേറെ ഒന്നുമില്ല. എന്നാൽ ഇത് വേണ്ട എന്ന് പറയാനുള്ള ഒരുതരം ധാർഷ്ട്യമല്ലാത്ത ഒരുതരം താൻപോരിമ. അതുകൊണ്ട് ഇതൊക്കെ ആ ലോകത്ത് ഇത് പലരുടെയും കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, കൊടുങ്ങല്ലൂരിനോട് ആരോ പോയി പറയുന്നു, നിങ്ങളെ ആകാശവാണിയിൽ സ്റ്റേഷൻ ഡയറക്ടർ അന്വേഷിക്കുന്നുണ്ട്, കാണണമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കാണാമല്ലോ എന്നെ. അപ്പോൾ അവിടെ ആകാശവാണി വരെ ചെല്ലുമോ? അല്ലല്ല, എനിക്ക് അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിന് എന്നെയല്ലേ കാണേണ്ടത്. ഇപ്പോൾ എന്നെ വന്ന് കാണട്ടെ, എനിക്കൊരു വിരോധമില്ല. അപ്പോൾ
വലിയ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ മേധാവിയോട് അദ്ദേഹം ജോലി കൊടുക്കാനാണ് ഈ വരാൻ പറയുന്നത്. പക്ഷെ ആളോട് പറയുന്നത് അദ്ദേഹത്തിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണട്ടെ എന്നാണ് പറയുന്നത്. ഇത് അന്നത്തെ ഒരു തരം ഈ പറയുന്ന ഷൗക്കത്ത് പറഞ്ഞ ഈ താൻ പോരിമയുടെ ഒരു ലക്ഷണമാണ്. അതിന് പ്രേരിപ്പിക്കുന്ന ഒരു തരം ആർജവം, ആത്മവിശ്വാസം, ആത്മാഭിമാനം ഒക്കെ അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്നു. അങ്ങനത്തെ ആളുകളുടെ വലിയൊരു കൂട്ടായ്മ തന്നെ നാട്ടിൽ ഉണ്ട്. ഈ പീരീഡിലാണ് അടിയന്തരാവസ്ഥ വരുന്നത്. അല്ല, 1975. അപ്പോൾ അതെ അതെ. അതോടുകൂടിയിട്ട് കോഴിക്കോടിന് സ്വാഭാവികമായി സാംസ്കാരിക രംഗത്തിനും രാഷ്ട്രീയ രംഗത്തിനും ഒരു കക്കയം ക്യാമ്പ്, വർഗീസിൻ്റെ കൊല, രാജൻ്റെ തിരോധാനം ഒന്നിളകി മറിഞ്ഞു. സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി. മധുമാഷ്, രാമചന്ദ്രൻ മൊകേരി, എ സോമൻ, മെഡിക്കൽ കോളേജ് വിചാരണ, എ വാസുവേട്ടൻ, ആ പീരീഡിന് എങ്ങനെ മാഷം നോക്കിക്കാണും? അന്നത്തെ എന്തെങ്കിലും സജീവമായ അനുഭവങ്ങൾ വലുതും? അത് ഒന്നാമത് ഈ പറയുന്ന കക്കയം ക്യാമ്പ് എന്ന് പറയുന്നത്, കക്കയം എന്ന് പറയുന്നത് കല്ലാനോടിൻ്റെ പരിസരം തന്നെയാണ്, അതിൻ്റെ ഭാഗം തന്നെയാണ്, ആ പഞ്ചായത്ത് തന്നെയാണ്. പിന്നീട് വരുന്ന കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന് പറയുന്നതും ഞങ്ങളുടെ പഞ്ചായത്ത് തന്നെയാണ്. ശരിക്ക് ആ സമയത്ത് ഒരു മനോഭാവം നമുക്ക് ഇതിനോടൊക്കെ ആഭിമുഖ്യം ഉള്ളതാണെങ്കിലും തുറന്നു പറഞ്ഞാൽ നമ്മൾ പേടിച്ചിരുന്നു, ഭീരുവായിരുന്നു. നമുക്കത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിൻ്റെ പേരിലൊക്കെ നമ്മൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്മളെയൊക്കെ സംശയിച്ചിട്ട്. അത് നമ്മളുടെ കവിത വായിച്ചിട്ടൊക്കെ തന്നെയാണ്. ഇപ്പം ഞാൻ ആ കാലത്ത് ഒരു കല്ലാനോട്ട കാടുകൾ എന്ന് പറഞ്ഞൊരു കവിത ദേശാഭിമാനിയിൽ എഴുതി. ഈ കാടുകളും ഈ പറഞ്ഞ മാതിരി ഈ കാടാണ്, ഏത് കക്കയം കാടാണ്. അപ്പോൾ ആ കക്കയം കാട് തന്നെയാണ് ഈ കവിതയിൽ വരുന്നത്. ഇതൊക്കെ വരുമ്പോൾ, ആ സമയത്ത് വരുമ്പോൾ, അടിയന്തരാവസ്ഥ കാലത്ത് അത് വരുമ്പോൾ അതിന് കൃത്യമായ രാഷ്ട്രീയ വിവക്ഷ ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മളെ വിളിച്ച ആളുകൾ ശാസിക്കുകയും ഇങ്ങനത്തെ ഏർപ്പാടിൽ നിൽക്കരുത് എന്ന് പറയുകയും ഉപദേശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നും നമ്മൾ ഈ എഴുത്തിൻ്റെ രീതിയിൽ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒരിത്, തീർച്ചയായിട്ടും ഞാൻ വിപ്ലവകരമായ എന്തെങ്കിലും എഴുത്ത് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഒരാളല്ല. പിന്നെ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സജീവമായിട്ടുള്ള രംഗമായിരുന്നു നാടകവേദി. അതെ, അന്നത്തെ യാഥാസ്ഥിതികരോടും പ്രാമാണികതയോടൊക്കെ ഇത് ഭൂമിയാണ് എന്ന് പറഞ്ഞ കെട്ടി മുഹമ്മദ്, നിലമ്പൂർ ബാലേട്ടൻ, സുധാകരേട്ടൻ, വളരെ സമ്പന്നമായിരുന്നു അന്ന് നാടകരംഗം. പിന്നെ സ്പാർട്ടക്കസ് നാടകം, പടയണി, അമ്മ. തീർച്ചയായിട്ടും അന്ന് കോഴിക്കോടിൻ്റെ നാടകവേദിയെ ആധുനികവൽക്കരിക്കുന്നതിൽ മാഷ്ക്കൊരു റോളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അണിയറ എന്നും താഴ്വര എന്നൊക്കെ ഓർമ്മയിൽ എവിടെയോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ അണിയറ എന്ന് പറയുന്ന ഒരു നാടക പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഞാൻ പ്രായത്തിൽ ചെറുതാണെങ്കിലും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നെയാണ് തിരഞ്ഞെടുത്തത്. അന്നത്തെ KR മോഹൻദാസും താജൊക്കെ പിന്നെ നമ്മുടെ അണിയറയിൽ വന്ന് ഒരു നാടകം അവതരിപ്പിക്കാൻ അവസരം കിട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഈ അണിയറ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് വളരെ ഉദ്ദേശശുദ്ധിയോടും വളരെ എന്താ പറയുക, ഒരു അച്ചടക്കം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഒരു നാടക വേദിയിൽ ഒരാൾ, ഒരു രംഗവേദിയിൽ അല്ലെങ്കിൽ ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ പ്രവേശിക്കുമ്പോൾ ഒരു ഭക്തൻ ഒരു ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നത് പോലെ ആയിരിക്കണമെന്ന ആചാര്യന്മാരുടെ വാക്കുകളെയൊക്കെ അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനം അന്നത്തെ അണിയറ പാലിച്ചിരുന്നു. അത് ഈ KR മോഹൻദാസിൻ്റെയൊക്കെ ഒരു രീതിയായിരുന്നു. തീർച്ചയായിട്ടും അതൊരു 70കളുടെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാ തോന്നുന്നു, അല്ലേ? അതെ. അതുകൊണ്ട് തന്നെ പ്രകടമായ രാഷ്ട്രീയ ഉള്ളടക്കം അതിനുണ്ടായിരിക്കാൻ സാധ്യതയില്ല. ആധുനികതയുടെ ഒരു ഉണ്ടായിരുന്നില്ല, അല്ലേ? പിന്നെ എന്നെ പോലെയുള്ളവരൊക്കെ ഈ ആധുനികതയുടെ ഒരു
വലയത്തിൽ വീണിരുന്നു വീണിരുന്നു. അത് വീഴുകയാണോ അതിനെ പുൽകുകയാണോ അതിനെ ആശ്ലേഷിക്കുകയാണോ ചെയ്തതെന്ന് പറഞ്ഞുകൂടാ. ആ ആധുനികത തീർച്ചയായിട്ടും അത് ഈ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും ഈ എല്ലാ ബ്രാഞ്ച് ഓഫ് ആർട്ടിലും ഇതുണ്ടായിരുന്നു, ഈ ആധുനികതയുടെ ഒരു പ്രവേശം. ഇപ്പോൾ മാഷിൻ്റെ കവിതകൾക്ക് KP അപ്പൻ എഴുതിയ ഒരു പഠനത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ട ആധുനിക മനുഷ്യൻ്റെ ആധ്യാത്മികമായ ധ്വനിപാഠമാണ് മാഷിയുടെ കവിത എന്നൊരു നിരീക്ഷണമുണ്ട്. ഈ വക വിഷയങ്ങളായിരിക്കും അത് എഴുതാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ആയിരിക്കാം. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ കവിതയെ ഞാൻ അന്നും ഇന്നും അത്ര വലിയൊരു കാര്യമായി കണ്ടിട്ടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും വളരെ വളരെ ഉൽപ്പതിഷ്ണുക്കളായ അല്ലെങ്കിൽ വളരെ ജാഗരമായ സാഹിത്യാവബോധമുള്ള ആളുകളിലൊക്കെ വിലയിരുത്തപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമുള്ള ഒരാളാണ്. അതിൽ ഒരാളാണ് ഇപ്പോൾ ഈ KP അപ്പൻ. KP അപ്പനൊന്നും സാധാരണ ഒരാളെക്കുറിച്ചും ഒരു ഇത് പ്രകടിപ്പിക്കാൻ D വിനയേന്ദ്രൻ, അതുപോലെ GN പിള്ള, അതുപോലെ കക്കാട് മാഷ് ഇപ്പോൾ ചിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും എൻ്റെ ബോധ്യങ്ങളിലൊന്ന് മാഷ് ക്യാൻവാസിലേറെ ചിത്രം വരച്ചത് കവിതകളിലാണ്. കറുത്ത രാത്രികളിൽ വെളുത്ത ഫ്ലാഗ് എന്നൊക്കെ പറയുന്ന കവിത ഈ സർറിയലായിട്ടുള്ള ഭ്രമാത്മകമായ ഡാലിയുടെയും ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചിത്രകലയിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത പദബിംബങ്ങൾ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അന്ന് മാഷ് കാർട്ടൂൺ വരച്ചിരുന്നതിനും സിസിഫസ് ഒക്കെ വന്നിരുന്നു. സാധാരണ മലയാള കാർട്ടൂണിൽ കാണാത്ത രീതിയിലുള്ള ഒരു ദാർശനികമായിട്ടുള്ള. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു വായനയുടെ ഒരു ഇത് ആ തുടക്കത്തിലെ ആവേശം ആയി നിറഞ്ഞു നിന്നിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ഞാൻ അന്ന് വരച്ചിരുന്ന പല കാര്യങ്ങളും പോലിപ്പോൾ ഞാൻ അച്ഛനെ കൊന്നതും അമ്മയെ വേളി കഴിച്ചതും എന്തിനാണെന്ന് പലർക്കും മനസ്സിലായില്ല. ഇത് ഈഡിപ്പസിനെ കുറിച്ചാണ് എന്ന് അറിയുന്ന ഒരു വായനക്കാരൻ പോലും അന്നില്ലാതെ വരികയും ഞാനത് എനിക്കറിയാവുന്നൊരു സംഭവം തന്നെയാണ്. എന്താണ് ഇയാൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അച്ഛനെ കൊല്ലുന്നതും അമ്മയെ കല്യാണം കഴിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഇയാൾ ഇങ്ങനെ എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കഞ്ചാവ് വലിച്ചിട്ടായിരിക്കും എന്നാണ്. കലാകൗമുദിയിലാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഡയറി കുറിപ്പുകളിൽ നിന്ന് പറഞ്ഞ് മാഷയുടെ ആക്ഷേപഹാസ്യപ്രധാനമായിട്ടുള്ള ഒരു കാരിക്കേച്ചറും അതിൻ്റെ റൈറ്റിംഗും ഉണ്ട്. ഓരോ ആഴ്ചയും ഇതിനു വേണ്ടി കാത്തിരുന്നിരുന്നു വന്ന്. പക്ഷേ പെട്ടെന്ന് നിന്നുപോയി. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം നിങ്ങൾ കോവിലിനെ വരച്ചിട്ടുണ്ട്, സുഗതകുമാരനെ വരച്ചിട്ടുണ്ട്, MTനെ വരച്ചിട്ടുണ്ട്, NB കൃഷ്ണവാര്യരെ വരച്ചിട്ടുണ്ട്. അവരുടെ എതിർപ്പുകളാണോ? അവരുടെ എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ആ പംക്തിയിൽ അങ്ങനൊരു ഒരു വിമർശനപരമായ ഒരു ഹാസ്യം അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഭാഷയിൽ അങ്ങനെ ഒരു പംക്തിയൊക്കെ തുടങ്ങുമ്പോൾ അത് വായനക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുകയും നമ്മൾ ആരെയാണോ അതിന് ഉപയോഗിച്ചത്, കഥാപാത്രമായി ഉപയോഗിച്ചത്, അവരും ഒരർത്ഥത്തിൽ ആ ചിത്രമൊക്കെ നന്നായിട്ട് തുറന്ന മനസ്സോട് കൂടി കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അത് എന്നെ ഒരു പാഠം കൂടി പഠിപ്പിച്ചു. അതായത് ദോഷം പറയാനൊക്കെ ആ കാര്യത്തില് കുറച്ച് അസഹിഷ്ണുത ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. ഇത് സാഹിത്യകാരന്മാരുടെ കാര്യത്തിൽ ഈ രാഷ്ട്രീയക്കാരുടെ മാതിരി അല്ല എന്നൊരു പാഠം കൂടിയുണ്ട്. രാഷ്ട്രീയക്കാർ അവരൊരു കാർട്ടൂണിലോ ഇങ്ങനെ ഒരു ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള ഒരു രീതിയിലോ വിമർശിക്കപ്പെടുമ്പോൾ അത് അവരുടെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു സജീവതയ്ക്ക് ഉതകുന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഫാക്ടറായി കണ്ടപ്പോൾ എഴുത്തുകാർ കണ്ടത് പലപ്പോഴും വല്ലാത്ത വേദനയോട് കൂടിയിട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഒരാൾ എഴുത്തുകാരനാവുന്നത് തന്നെ അയാൾ വളരെ ദുർബലനായതുകൊണ്ടാണ്, സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്.
അയാൾ പിന്നെ സമൂഹത്തിലെ ശങ്കറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, നെഹ്റു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുമായിരുന്നു അത്രേ, അതെ അതെ അടുത്ത കാർട്ടൂണിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നുള്ള രീതിയിൽ. എന്നാണ് പറയാം. അതതിൻ്റെ വളരെ വിശാലമായ ഉയരത്തിലുള്ള ഒരു മഹത്തായ ഒരു ഇതാണ്, ഒരു ഉദാഹരണമാണ്. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ പരിഗണിക്കണം എന്നുള്ള പരിഗണിക്കണം, ഡോണ്ട് സ്പെയർ മീ എന്നുള്ള മട്ടിലാണ് അല്ല നെഹ്റു ശങ്കറിനോട് പറഞ്ഞത്. എന്നാൽ ഒരേ ദിവസവും ഒരേ കാലത്ത് ഒരേ പീരീഡിൽ ഒരുമിച്ച് എന്നും കാണുന്നവരായിരിക്കുമ്പോൾ തന്നെ നെഹ്റു ഭയപ്പെട്ടിരുന്നു, നാളെ ശങ്കർ എന്നെക്കുറിച്ച് എന്ത് കാർട്ടൂണാണ് വരയ്ക്കുക എന്ന്. അപ്പോൾ ആ രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പോലുള്ള പേടിയായിരുന്നു ശങ്കറിന്, പേടിയായിരുന്നു നെഹ്റുവിന്. അത് നെഹ്റുവിൻ്റെ ഒരു വലിയ മഹത്വം കൂടിയായിരുന്നു. കാരണം ഒരു കാർട്ടൂണിസ്റ്റിനെ ഭയപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് ആവശ്യമുള്ള കാര്യമല്ല. പക്ഷേ ആ കാർട്ടൂണിസ്റ്റിൻ്റെ ധർമ്മം അത് നിർവഹിക്കുമ്പോൾ അയാൾ യാഥാർത്ഥ്യം മറ്റൊരു രീതിയിൽ പറയുന്നു, അവിടെ ഞാൻ പ്രതിക്കൂട്ടിലാവുന്നു എന്ന് ഒരു പ്രധാനമന്ത്രി അറിയുകയും അത് ഈ കാർട്ടൂൺ ഒരു തിരുത്തൽ ശക്തിയായി മാറുകയും ചെയ്യുന്നു. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിമർശനം കാർട്ടൂണുകളിലൂടെയൊക്കെ നടത്തുമ്പോഴും അത് നല്ല കാര്യമാണ്, അത് ചെയ്യേണ്ട കാര്യമാണ്, അത് പോസിറ്റീവാണ് എന്നൊക്കെ അറിയുമ്പോഴും ഈ വിമർശിക്കപ്പെട്ട ആളുകൾ വല്ലാതെ ഹാലിളകി എന്ന് തന്നെ പറയാം. എനിക്കെതിരെ കത്തുകൾ എഴുതുന്നു. ഇതൊക്കെ എനിക്ക് ഈ പത്ര ഓഫീസുകളിൽ നിന്ന് എനിക്ക് കാണിച്ചു തരുന്നു. നമ്മൾ വളരെ ബഹുമാനിക്കുന്ന ആളുകളൊക്കെ നമുക്കെതിരെ ഇങ്ങനെ കത്തുകൾ എഴുതുന്നു. അപ്പോൾ പത്രാധിപന്മാർ ഇത് സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഉണ്ട്. പക്ഷെ അവർക്കിത് ഈ പങ്ക്തി ആവശ്യമാണ്, അതിന് റീഡർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് അവരത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിരിക്കെ തന്നെ അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ സ്വകാര്യമായി ഇത് കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ പലരുടെയും ഉള്ളിലുള്ള അവസ്ഥ എന്ന്. അത് കവിതയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ മാഷ് ഈ ഭാവുകത്വത്തെക്കുറിച്ച് പറഞ്ഞ ആധുനികത, പിന്നെ ആധുനികാനന്തരത, അതിനുശേഷം നരേന്ദ്രപ്രസാദൊക്കെ പിന്നെ ആധുനികതയുടെ ചുവന്നവാൽ എന്ന് വിശേഷിപ്പിച്ച ഹൈലി തീക്ഷ്ണമായ രാഷ്ട്രീയാന്തർഗതങ്ങളുള്ള കവിതകൾ, അത് പിന്നെ അങ്ങനെയാണ് നിലച്ചുപോയി. പിന്നെ ആറ്റൂരൊക്കെ പറയുന്നത് പോലെ മഹാ ഉരുവങ്ങൾ നീങ്ങിപ്പോയൊരു മഹാനിശൂന്യതയിലേക്ക് കുറേ പുതിയ കുട്ടികൾ വന്നു, പുതുകവികൾ വന്നു. പക്ഷെ അവർ നോക്കുമ്പോൾ ജീവിതാവസ്ഥയും മനുഷ്യാനുഭവങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. അവരുടെ ഭാഷ പുതിയതാണ്. അവർക്ക് പിന്നെ ഒരു പാരമ്പര്യത്തിൻ്റെ വലിയ ഘനഭാരങ്ങളൊന്നുമില്ല. ഇത് ശരിയാണ്. ഇപ്പോൾ ഒന്നാമത് ഈ കവിത മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കാരണം മാറിക്കൊണ്ടിരിക്കണം. ഇരിക്കണം. ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്, ജീവിതം മാറിക്കൊണ്ടിരിക്കണം. അത് ഈ മാറ്റം എന്ന് പറയുന്നത് പ്രകൃതിയുടെ അല്ലെങ്കിൽ സാമൂഹ്യ പരിതോവസ്ഥയുടെ ഒരു അനിവാര്യമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പലപ്പോഴും ഈ സ്ഥൂലതലത്തിലുള്ള സംവേദനവും സെൻസിബിലിറ്റിയും ഒക്കെ സൂക്ഷ്മതലത്തിലേക്ക് മാറുന്നു. മാറുമ്പോൾ രാഷ്ട്രീയം പോലും സൂക്ഷ്മതലത്തിലേക്ക് മാറുന്നു. അങ്ങനെ കവിതയിലെ ഈ രാഷ്ട്രീയമൊക്കെ ഒരുപക്ഷെ വലിയ ഒരു വായനക്കാരെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും വലിയൊരു ഒരുപാട് ഇടങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഒഴുകി പരക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ കവിതയിലേക്ക് ദളിതൻ വന്നു, ആദിവാസി വന്നു, സ്ത്രീ വന്നു, ട്രാൻസ്ജെൻഡർ വന്നു. ഇതൊന്നും നമ്മൾ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത് നമ്മൾ കാണാതിരുന്ന കുറ്റകരമായ ഒരു ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു വിചാരണ കൂടി നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അതെ, ഊതിപ്പെരിപ്പിച്ച വ്യാമോഹങ്ങളെ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ കാലം ഇല്ലാത്ത വലിയ രാഷ്ട്രീയം പറയുന്ന നെരൂദയെയും മയക്കോസ്കിയെയും ഒക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന അതിന് പുതിയ കുട്ടികൾക്ക് ചെടിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവരതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ജീവിതം മാറിയതിനനുസരിച്ച് ഈ കവിത മാറിയപ്പോൾ കവിതയിലെ പലതരത്തിലുള്ള ഈ ലോലത്വവും അല്ലെങ്കിൽ മാർദ്ദവും
അശ്രദ്ധകളും ഒക്കെ മാറുകയും അതിന് പ്രത്യേകിച്ച് പരുഷം എന്നല്ല അത് തന്നെ പറയാവുന്ന ഒരുതരം ദാർഢ്യം, ഒരു എല്ലുറപ്പ്, ജീവിതാവസ്ഥയോട് മുഖാമുഖം നിൽക്കുന്നൊരവസ്ഥ ഒരവസ്ഥ കൈവന്നിട്ടുണ്ട്. ഒട്ടും കാൽപ്പനികമല്ലാതെ അത് നമ്മൾ ഉദാരമായി ഇവരെ ഈ പുതുതലമുറയെ അഭിനന്ദിച്ച് തന്നെ പിൻവാങ്ങാൻ പറ്റുള്ളൂ നമുക്ക്. അങ്ങനൊരവസ്ഥയുണ്ട്. ഒക്കെ പറഞ്ഞ് നമ്മൾ നിർത്തുമ്പോൾ ഈ കേൾവിക്കാരോട് മാഷ്ക്ക് എന്തെങ്കിലും പറയാണ്ടാവുമല്ലോ എന്ന് പറയും. ഇത് മുഴുവൻ നമുക്കൊരു പ്രത്യാശയുടെ തിരി കത്തിച്ച് വെച്ച് ഏത് മനുഷ്യകർമ്മങ്ങളും അവസാനം തുടരാൻ പറ്റുള്ളൂ. അതെ അതെ, പ്രത്യാശ ഇവിടെയൊന്നും നമ്മൾ വിട്ട് കളയുന്നില്ല. നമ്മൾ ഈ പറയുന്നത് പോലും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത് പോലും പ്രത്യാശയുടെ ഒരു വ്യത്യസ്തങ്ങളായ റിഫ്ലക്ഷൻസാണ്, അല്ലെങ്കിൽ പ്രതിഫലനങ്ങളാണ്. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, പാടിക്കൊണ്ടിരിക്കുക. ഒറ്റക്കാട്ടിൽ വരി ഉദ്ധരിക്കാറുണ്ട് മാഷ ഇടയ്ക്കിടയ്ക്ക്. പൊറ്റക്കാട് കവിയായിരുന്നില്ലെങ്കിലും അദ്ദേഹം എഴുതിയ കുറച്ച് കവിതകളിൽ ഒരു കവിതയിൽ 4 വരി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉദ്ധരിച്ചു പോയതാണ്. അതാണ് ഷൗക്കത്തിൻ്റെ ഓർമ്മയിലുള്ളത്. ഒരു നിയമവും ഏലാത്തതെങ്കിലും മരണഗന്ധം കലർന്നതാണെങ്കിലും ഒരു നിരർത്ഥക സ്വപ്നമാണെങ്കിലും മധുരമാണെനിക്കെന്നും ഈ ജീവിതം. ഓക്കെ, ആ പ്രത്യാശ ആണ് നമുക്ക് കൈമാറാനുള്ളത്. മധുരം തന്നെയാണ് ജീവിതം.